ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാകുന്ന അല്ലാഹുവിൻ്റെ കലാം നമ്മുടെ മാർഗദർശനമായി, സത്യാസത്യ വിവേചനമായി, മനുഷ്യർക്ക് ശിഫയായി അല്ലാഹു നൽകിയിട്ടുള്ള ഈ ദിവ്യവചനങ്ങളെ പഠിക്കാനും ചർച്ച ചെയ്യാനും അത് ജീവിതത്തിലേക്ക് എത്തിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നന്മയുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിനെ സഹായിക്കുന്ന, പിന്തുണക്കുന്ന, സഹകരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു തക്കതായ നന്മയും പ്രതിഫലവും നൽകുമാറാകട്ടെ. സൂറത്തു ത്വാഹ പഠിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ അവസാനിപ്പിച്ചത് 76-ാമത്തെ ആയത്ത് വരെയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നതിൻ്റെ ബാക്കി വരുന്ന 2-3 ആയത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം ഓതിവെച്ചത് മുജ്രിമീങ്ങളായ ആളുകൾക്ക് നരകമുണ്ട്, ഒരിക്കലും മരിക്കാനോ ജീവിക്കാനോ കഴിയാത്ത നരകം. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ദറജാത്തുൽ ഉല, ഉന്നതമായ ദറജാത്തുകളായിരിക്കും. അവർ സ്വർഗത്തിൻ്റെ ശാശ്വതമായ സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിൽ, താഴ്ഭാഗത്തുകൂടെ അരുവി ഒഴുകുന്ന തോട്ടങ്ങളിൽ, സ്വർഗത്തിൻ്റെ സുഖങ്ങളിൽ ശാശ്വതരായി അവർ ജീവിച്ചിരിക്കും. വദാലിക ജസാഉ മൻ തസക്ക, അതായിരിക്കും സംസ്കരിക്കപ്പെട്ടവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആയത്ത് ഒന്ന് ഓതി നോക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം എടുത്ത ആയത്ത് ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമ എന്ന ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إنه من يأتي ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلا جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. അവിടെ നരകത്തിൻ്റെ അവസ്ഥകളെ നമ്മൾ വിശദീകരിച്ചു. മുഅ്മിനീങ്ങളായി ജീവിക്കുന്നവർക്കുള്ള ദറജാത്തുകൾ, സ്വർഗത്തിൻ്റെ 100ഓളം വരുന്ന തട്ടുകളുണ്ട് എന്ന് വിശദീകരിച്ചു. ഏറ്റവും ഉയരത്തിലുള്ള ഫിർദൗസ് ആവശ്യപ്പെടാനും ചോദിക്കാനും പറഞ്ഞു. അതിൻ്റെ മഹത്വങ്ങളൊക്കെ സൂചിപ്പിക്കണ്ടായി. ഇനി അല്ലാഹു തആല മറ്റൊരു ഭാഗത്തേക്ക് വരികയാണ്, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിലേക്ക്. വലഖദ് ഔഹൈനാ ഇലാ മൂസാ അൻ അസ്രി ബിഇബാദി فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم
وأضل فرعون قومه وما هدى. മൂസാ നബി ഇസ്ലാമിനോട് നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്ന ഭാഗമാണ് പഠിക്കാനുള്ള. ഞാൻ ഓതിത്തരുന്നത് ശ്രദ്ധിച്ചോദാം. വലഖദ് ഔഹൈനാ ഇലാ മൂസാ وَلَقَدْ أَوْحَيْنَا إِلَى مُوسَى أَنْ أَسْرِ بِعِبَادِي أَنْ أَسْرِ بِعِبَادِي فَاضْرِبْ لَهُمْ طَرِيقًا فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى وأضل فرعون قومه وما هدى ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى ഈ മൂന്നായത്തുകളിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാം. വലഖദ് ഔഹൈനാ ഇലാ മൂസാ. ഔഹൈനാ മദ് തൊട്ടടുത്ത് അലിഫ് ഹംസ വരുന്നു. മൂസാ കഴിഞ്ഞിട്ട് അലിഫ് ഹംസ വരുന്നു. വലഖദ് ഔഹൈനാ ഇലാ മൂസാ അൻ അസ്രി. അസ്രി എന്ന് പറയില്ല, റാക്ക് കെസർ വന്നാൽ ര അസ്രി. ബിഇബാദി ഫദ്രിബ് ലഹും. ഫാളിരിബ് എന്നുണ്ടാകും, പക്ഷെ അവിടെ അലിഫ് ഹംസിനെ സൈലൻ്റ് ആക്കി ഓതണം.
فاضرب لهم طريقا في البحر يبسا لا يبسا لا نبريلا يبسا لا تخاف دركا ولا تخشى فأتبعهم فرعون بجنوده فغشيهم من اليم فغشيهم രണ്ട് മീമോ ഒന്നുണ്ടാവും فغشيهم من اليم ما غشيهم അശിയല്ല ഗോന്നാണ് غشيهم എന്നാണ് غشيهم وأضل فرعون قومه وما هدى എൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ആൾക്കാർ മാത്രം നോദിക്കുക, ഈ സൈഡിലുള്ളവർ മാത്രം. വലഖദ് ഔഹൈന فاضرب لهم طريقا في البحر يبسا لا فأتبعهم وأضل فرعون أحسنتم. أي أرد باتري كنرود لا تخاف دركا ولا تخشى അവിടെ അത്ബഅഹും എന്ന് പറയുന്നതിന് പകരം ഫഅത്ബഅഹും ഫിർഔൻ ആയത്തൊന്നൂടി ഓത്. وأضل أحسنتم بارك الله فيكم. ഈ ആയത്തുകളിലൂടെ ഒന്ന് രണ്ട് ഭാഷാപരമായ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ അതിൽ കാണാൻ സാധിക്കും ഫിൽ ബഹ്രി. എന്തുകൊണ്ടാണ് ഫിൽ ബഹ്റു ഫിൽ ബഹ്റ എന്നൊന്നും വരാതെ ഫിൽ ബഹ്രി എന്ന് വരാനുള്ള കാരണം പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫിൽ ബഹ്രി എന്താ കാരണം? മിനൽ യമ്മി. എന്തുകൊണ്ടാണ് മിനൽ യമ്മ എന്ന് വരാത്തത്? നിങ്ങളിപ്പോൾ ആരാ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണോ? അതെ ആർക്കും അറിയില്ല വെച്ചിട്ടിരിക്കുക. എന്താ സംഭവം? ചില അക്ഷരങ്ങൾ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത അക്ഷരങ്ങൾ തൊട്ടടുത്ത പദങ്ങൾക്ക് കെസ്റ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഫി, മിന, ഇല, അല, പിന്നെ ബി. ഫഅസ്രി ബിഇബാദി എന്നാണോ നോക്കിയേ? ബിഇബാദി എന്നല്ലേ നോക്കിയേ? അതിയാണ്. എന്നാൽ അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അതിൽ ഇലാ മൂസ എന്ന് കണ്ടോ? അതെന്താ അങ്ങനെ വന്നത്? അവിടെ ശരിക്കും വരേണ്ടത് മൂസി എന്നല്ലേ? പേരുകളിൽ എന്തില്ല, മാറ്റം വരൂല. വരുമോ? ഇലാ മറിയം, ഇലാ മറിയം, ഇലാ മക്ക. ചില പേരുകളുണ്ട്, പേരുകൾക്ക് പിന്നെ അറബിയിൽ അലമുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം ആ പേരുകളിൽ എന്തില്ലാവില്ല, മാറ്റാൻ കഴിയില്ല.
അതിൽപ്പെട്ട പേരുകളാണ് മൂസ പോലെയുള്ള പേര്. അതിന് മൂസി എന്ന് പറയാൻ പറ്റൂല, പേരും അറിയല്ലോ. ആ നിലക്ക് ഉള്ളതല്ലാത്ത മറ്റു നോർമലി ഏതെങ്കിലും ഒരു പദത്തിൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഫീ, മിന, ഇല, അല, ബി പോലെയുള്ള ഹർഫുൽ ജറുകൾ വന്നാൽ തൊട്ടടുത്ത പദത്തിന് കസ്റ കൊടുക്കണം. വലഖദ് ഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹ്രി യബസൻ ലാ തഖാഫു ദറകം വലാ തഖ്ശാ فأتبعهم فرعون بجنوده بجنوده فغشيهم من اليم ما غشيهم وأضل فرعون قومه وما هدى. എന്താണ് ഇതുകൊണ്ട് അല്ലാഹു തആല വിശദീകരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. വലഖദ് ഔഹൈനാ, തീർച്ചയായും നാം ബോധനം കൊടുത്തു, വഹയിലൂടെ അറിയിച്ചു. ആർക്ക്? ഇലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്. എന്താ ബോധനം കൊടുത്തത്? അൻ അസ്രി, ഇസ്രാ പോണെന്ന്. ഇസ്രാ എപ്പോഴുണ്ടായത്? ഇസ്രാ എപ്പോഴുണ്ടായത്? ഏത് സമയത്തുണ്ടായത്? ദിവസമല്ല, സമയം. പകലല്ലല്ലോ, രാത്രിയാണ്. രാത്രിയിൽ യാത്ര ആരംഭിക്കുകയും രാത്രിയിലെ സുദീർഘമായ യാത്രയുമാണ് ഇസ്രാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെയും മൂസ നബിയോട് പറഞ്ഞത്, മൂസ നീ രാത്രി യാത്ര പോകണം. സാധാരണഗതിയിൽ സുന്നത്തിൽ രാത്രിയിലുള്ള യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് ഒരു നാട്ടിൽ നിന്ന് തൻ്റെ ജനതയുടെ അക്രമം ഭയപ്പെട്ടുകൊണ്ട് നാടുവിടാൻ വേണ്ടി പറയാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താങ്കൾ രാത്രി യാത്ര പുറപ്പെടുക. ബിഇബാദി, എൻ്റെ അടിമകളായ, എന്നെ വിശ്വസിച്ച, അള്ളാഹുവിൽ വിശ്വസിച്ച, ഈമാൻ പ്രഖ്യാപിച്ച എൻ്റെ അടിമകളെയും കൊണ്ട് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് രാത്രിയിൽ പുറപ്പെടണം. ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹർ, ഈജിപ്തിൽ നിന്ന് ചെങ്കടലിൻ്റെ ഭാഗം വരെ എത്തണം. അതുവരെ എത്താൻ പ്രശ്നമല്ല, അതിങ്ങനെ വഴി നീണ്ടു കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഫദ്രിബ് ലഹും ത്വരീഖൻ, അവർക്ക് ഒരു വഴി ഏർപ്പെടുത്തി കൊടുക്കണം, ത്വരീഖ് ഉണ്ടാക്കി കൊടുക്കണം. വഴി, ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യൽ. ഫദ്രിബ് ലഹും ത്വരീഖൻ, അവർക്കൊരു വഴി തെളിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, ഏർപ്പാടാക്കി കൊടുക്കണം. ഫിൽ ബഹരി, സമുദ്രത്തിൽ. നീ പോകുമ്പോൾ അവിടെ ഒരു വഴി, മാർഗം നീ ഉണ്ടാക്കി കൊടുക്കണം. എങ്ങനത്തെ വഴിയായിരിക്കണം? യബസൻ, സമുദ്രം വെള്ളം നനഞ്ഞിരിക്കുന്ന ഭാഗമാണല്ലോ, അതിലൂടെ നടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു യാബിസായ വഴി കാണിച്ചു കൊടുക്കണം. യബസ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയ, ഉണങ്ങിയ വഴി കാണിച്ചു കൊടുക്കണം. ലാ തഖാഫു ദറകൻ, അവര് നിന്നെ ദറക്കൻ പിടികൂടും എന്ന പേടി നിനക്കുണ്ടാകരുത്. വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയാണ്. നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ലാ തഖഫ്, ലാ തഖഫ്, ലാ തഖാഫു ദറകൻ, അവർ ദറക്ക് അവര് പിടികൂടുമെന്ന, എത്തിപ്പിടിക്കുമോ, പിന്നാലെ വന്ന് പിടികൂടുമോ എന്ന് നീ പേടിക്കരുത്. വലാ തഖ്ശാ, നീ ഭയപ്പെടാത്തതുമായ ഒരു യാത്ര നീ ധൈര്യപൂർവം എൻ്റെ അടിമകളെയും കൊണ്ട് അവിടേക്ക് പോകണം. ഇത് സംസാരിക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടായത് കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്നുണ്ടായ സംഭവത്തെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ നാട്ടുകാർക്കുള്ള മുഅ്ജിസത്തിന്റെ തെളിവാണത്. സാധാരണ ലഭിക്കാത്ത ഒരു വിവരവും അറിവും കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു എന്നത് അള്ളാഹുവിൻ്റെ ആസിക്യത്തിനുള്ള തെളിവായിട്ട് ബനൂ ഇസ്രായേലിയരോടുള്ള അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് തൊട്ടടുത്ത ആയത്തുകളിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അന്നഹു അമറ മൂസ അലൈഹിസ്സലാം ഹീന അബാ ഫിർഔനു അൻ യുർസില മഅഹു ബനി ഇസ്രായേൽ. മൂസാ നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞ് ആ മായാജാല സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ ഫിർഔൻ പറയുന്നുണ്ട്, അവരെ എൻ്റെ കൂടെ തരണം, നിന്റെ അനുയായികളാക്കി അവരെ മാറ്റരുത്, ഞാൻ വിളിച്ചവരാണ് ഈ മായാജാലക്കാർ.
അപ്പൊ അത് സമ്മതിക്കൂല. അവർ വിശ്വാസം സ്വീകരിച്ചു, അവർ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയ്യസ്രീബിഹിം ഫില്ലൈൽ, എങ്കിൽ രാത്രി തന്നെ അവിടുന്ന് പുറപ്പെടണം. വയദ്ഹബ ബിഹിം മിൻ ഖബ്ലത്തി ഫിർഔൻ, ഫിർഔൻ അവരെ പിടികൂടി ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്, അതിന്ന് രക്ഷപ്പെടണം. വഖദ് ബസതല്ലാഹു ഹാദൽ മഖാമ ഫി ഗൈരി ഹാദിഹി സൂറത്തിൽ കരീമ وذلك أن موسى لما خرج ببني إسرائيل أصبحوا وليس منهم بمصر لا داع ولا مجيب. അവർക്ക് വഴിയറിയുന്ന, മിസ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ അറിയാവുന്ന ഒരൊറ്റ മനുഷ്യൻ അവരുടെ കൂട്ടത്തിലില്ല. فغضب فرعون غضبا شديدا وأرسل في المدائن حاشرين. ഫിർഔൻ ദേഷ്യത്തോടെ കോപത്തോടെ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഈ ആളുകളെ ഉപദ്രവിക്കാൻ പറ്റുന്ന എല്ലാവരും അങ്ങാടിയിൽ നിന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ആളെ കൂട്ടി ഇവരെ ആക്രമിക്കാൻ നോക്കുകയാണ്. മയ്യജ്മഊന ലഹുൽ ജുൻദ മിൻ ബുൽദാനിഹി വറസാതീഖിഹി, അവൻ്റെ രാജ്യത്തിൻ്റെ അവൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ മൂസാ നബിക്കും അനുയായികൾക്കും എതിരെ വലിയ പോരാട്ടത്തിന് വിളിക്കണം. ഖുർആൻ പറഞ്ഞു, ഇന്ന ഹൗലാഇ ലശിർദിമതുൻ ഖലീലൂൻ വഇന്നഹും ലനാ ലഗായിദൂൻ. ഇവർ ഒരു കുറഞ്ഞ സംഘമാണ്, നമുക്കിവരെ സുഖമായിട്ട് നശിപ്പിക്കാം. ഇവര് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാണ്, പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ല, നമുക്കെല്ലാം ഇവരെ നശിപ്പിക്കണം. അങ്ങനെ അവന്റെ സൈന്യത്തെയും കൂട്ടിയിട്ട് ഫഅത്ബഊഹും മുശ്രിഖീൻ. അങ്ങനെ തുലൂഉശംസ്, സൂര്യന്റെ തുലൂഇന്റെ സമയത്ത് സൂറത്തുൽ ശുഅറാന്റെ 60-ാമത്തെ ആയത്തിലൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മൂസാ നബി ഇസ്ലാമിന്റെ പിന്നാലെ ഇവർ കൂടുകയാണ്. ഫഅത്ബഅഹും ഫിർഔനു ബിജുനൂദിഹി. അങ്ങനെ മൂസാ നബിയും അനുയായികളും അവിടുന്ന് രക്ഷപ്പെടാനുള്ള യാത്ര ആരംഭിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഫിറഔൻ ആൾക്കാരെ സംഘടിപ്പിച്ചു. അങ്ങനെ അവരും പിന്നാലെ അധികം വൈകാതെ മൂസാ നബിയെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഫഅത്ബഅഹും, അങ്ങനെ അവരെ പിന്തുടർന്നു. ഫിർഔൻ പിന്തുടർന്നു. ബിജുനൂദിഹി, അവൻ്റെ സൈന്യങ്ങളുമായിട്ടാണ് വരുന്നത്. അവൻ ഈ കടലിന് ചാരത്തേക്ക്, കടൽ ഭാഗത്തേക്ക് അവനും സംഘവും കയറി വരുന്നു. മൂസാ നബിയും അനുയായികളും അവിടുന്ന് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. ഫഗശിയഹും മിനൽ യമ്മി, അപ്പോൾ ഗശിയ എന്ന് പറഞ്ഞാൽ മൂടുക എന്നാണ് അർത്ഥം. ഫഗശിയഹും, അവരെ മൂടി, മിനൽ യമ്മി, കടലിൽ നിന്ന്, മാ ഗശിയഹും, അവരെ ബാധിച്ചത്, അവരെ മൂടിയത്, രണ്ട് ഭാഗത്തു നിന്നും വരുന്ന കൂറ്റൻ സമുദ്ര തിരമാലകൾ അവരെ വന്ന് മൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫലമ്മാ തറാഅൽ ജംആനി, ഈ രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഘട്ടം വന്നപ്പോൾ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മളിപ്പോൾ പിടികൂടുന്ന മൂസാ നബിൻ്റെ ആളുകൾ പറയാൻ തുടങ്ങി. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, നമ്മുടെ റബ്ബ്, എൻ്റെ റബ്ബ് ഒരു മാർഗം കാണിച്ചു തരും. ആ മാർഗം ആയിരുന്നു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്. വഖഫ മൂസ ബിബനി ഇസ്രായീല അൽ ബഹർ അമാമഹും, മുന്നില് കടല്, വഫിർഔന വറാഅഹും, പിന്നില് ഫിർഔന. ഫഇൻദ ദാലിക ഔഹല്ലാഹു ഇലൈഹി, അപ്പോൾ അല്ലാഹു തആല മൂസാ നബിക്ക് വഹയി കൊടുത്തു. യുദ്രിബു ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസൻ, അവർക്കൊരു ഉണങ്ങിയ വഴി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ആ വടി കൊണ്ട് അടിക്കാൻ വേണ്ടി, സമുദ്രത്തിൽ അടിക്കാൻ പറയുന്ന ഘട്ടം അപ്പോഴാണ്. അതടിച്ചപ്പോൾ അള്ളാന്റെ അനുവാദത്തോടെ തന്നെ ആ സമുദ്രം രണ്ടു ഭാഗങ്ങളായി തിരിഞ്ഞു. ഒരു കൂറ്റൻ മല പോലെ രണ്ട് സൈഡിലേക്ക് സമുദ്രം അങ്ങ് മാറി നിന്നു കൊടുത്തു. ഒരു വഴി അവർക്ക് കിട്ടി. വൽ ജബലുൽ അലീം, വലിയ പർവ്വതം കണക്കിന് സമുദ്രം രണ്ട് സൈഡിലേക്ക് മാറി. ഫഅർസലല്ലാഹു الريح على أرض البحر فلفحته حتى صار يابسا كوجه الأرض. ഇത്രയും നേരം പച്ചപ്പ് നിറഞ്ഞിരുന്ന കടൽ വഴി
വെറും ഉണങ്ങിയതുപോലെ ഒരു കാറ്റടിച്ച് ഡ്രൈ ആക്കിയിട്ട് അവർക്ക് നടന്നു പോകാൻ പാകത്തിന് അല്ലാഹു തആല ആക്കി കൊടുത്തു. അതാണ് യബസൻ, ഉണങ്ങിയ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മൂസ ഫിർഔനിൽ നിന്നോ അവൻ പിടിക്കുമെന്ന കാര്യത്തിലോ ഒരു ദറക്കം വല തഖ്ഷ, ഒരു പേടിണ്ടാവരുത്, താങ്കൾ രക്ഷപ്പെടുത്തുമെന്ന രൂപത്തിലാണ്. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നത് ആർക്കാണ്? അള്ളാഹു ഏതൊരു വിഭാഗത്തിനെയാണ് അത്ഭുതകരമായ സഹായം ചെയ്യുന്നത്. സാധാരണ ഒരു സഹായമല്ല, ഒരിക്കലും സംഭവിക്കാത്ത സഹായങ്ങളാണ് വരുന്നത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം കഴിഞ്ഞ QHLS ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചപ്പോൾ ഒരിക്കലും ഗുഹന്റെ മുമ്പിലുള്ള കല്ല് നീങ്ങൂല, തന്നെ അങ്ങോട്ട് നീങ്ങൂലല്ലോ. 300-ലേറെ വർഷം അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മരിക്കാതെ പടച്ചോൻ ഉറങ്ങി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അത്ഭുതകരമായ സംരക്ഷണം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ കപ്പല് അത്ഭുതകരമായ സംരക്ഷണമാണ്. ഒരു നാട് മുഴുവൻ നശിപ്പിക്കപ്പെട്ട ആദും സമൂദൊക്കെ ഉണ്ടായിട്ട് അവിടുത്തെ നബിമാരും അവിടുത്തെ വിശ്വാസികളും രക്ഷപ്പെടുകയാണ്. ഇതിനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അപാരമായ, ഒരിക്കലും മറ്റൊരാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയാത്ത അത്ഭുതകരമായ സഹായങ്ങൾ ഉണ്ടാക്കുന്നത്. അത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, പോരാടുന്ന, അള്ളാഹിൻ്റെ മാർഗം പ്രഖ്യാപിക്കുന്ന ആളുകൾക്കുള്ള ദഅവത്തിലാണ് അള്ളാഹുവിൻ്റെ സഹായം. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അള്ളാഹനെ നിങ്ങൾ അങ്ങ് സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ട് സഹായിക്കും, നിങ്ങളുടെ കാലുകൾക്ക് പടച്ചോൻ സ്ഥൈര്യം നൽകും. നമ്മളെങ്ങനെ അള്ളാഹനെ സഹായിക്കേണ്ടത്? വജാഹിദു ഫീ സബീലില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ യഥാർത്ഥ ജിഹാദ് ചെയ്യണം, അധ്വാനിക്കുന്ന, കഠിന പ്രയത്നം ചെയ്യുന്നവരാകണം. ബിഅംവാലിക്കും വഅൻഫുസിക്കും, അള്ളാഹിൻ്റെ മാർഗത്തിൽ പൈസ കൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ കഷ്ടപ്പെടണം. അപ്പം നമ്മൾ വിചാരിക്കാത്ത സഹായങ്ങൾ പടച്ച റബ്ബിൻ്റെ വഴിക്കുന്നുള്ള അത്ഭുതകരമായ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ പടച്ചോട്ട് കാണിച്ചു തരുന്നു. ഫഅത്ബഅഹും ഫിർഔന ബിജുനൂദിഹി ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും വഅദല്ല ഫിർഔന ഖൗമഹു വമാ ഹദാ. ആ ചെറിയ ആയത്തൊന്ന് ഓദിക്ക് എല്ലാവരും. وَأَضَلَّ فِرْعَوْنُ قَوْمَهُ وَمَا هَدَى. ഒന്നുകൂടി ഓദിക്ക്. വഅദല്ല, വല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പഴച്ചു പോയി എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞത് വഅദല്ല, അവൻ പഴപ്പിച്ചു. ഫിർഔനു, ഫിർഔൻ, ഖൗമഹു, അവൻ്റെ ജനതയെ, അവൻ്റെ ജനതയെ നശിപ്പിച്ചു, പഴപ്പിച്ചു. അള്ളാഹനെ ആരാധിക്കുന്നതിൽ നിന്ന്, പ്രവാചകനെ അംഗീകരിക്കുന്നതിൽ നിന്ന്, ഇസ്ലാമിൻ്റെ സന്ദേശം ജനങ്ങൾ കേട്ട് പഠിക്കണേന് അതിനൊക്കെ എതിരെ നിന്ന് ജനങ്ങളെ പഴപ്പിച്ചു. വമാ ഹദാ, അവർ നേർമാർഗത്തിലാക്കിയില്ല. ആ ജനങ്ങളെ നേർമാർഗത്തിൽ ആക്കിയതുമില്ല. ഈ ഒരു അവസ്ഥ ഫിർഔൻ ചെയ്തിരിക്കുന്നത് വല്ലാത്തൊരു ചതിയായിരുന്നു. സാധാരണ പോലെയല്ല, എന്തെങ്കിലും ഒരു നിലക്കുള്ള ഉപദ്രവം ചെയ്യുന്ന പോലെ ഒരു ജനതയെ നശിപ്പിക്കാൻ, വഴി പിഴപ്പിക്കുക, വാലും മുതലും ആകുക, സ്വയം പിഴക്കുക, ബാക്കിയുള്ളവരെ പിഴപ്പിക്കുക. സ്വയം നന്നാവൂല, മറ്റുള്ളവരെ നന്നാകാൻ സമ്മതിക്കില്ല. തൗഹീദിൻ്റെ സുന്ദരമായ ശബ്ദങ്ങൾ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് നടക്കൂല എന്നും സംസാരിക്കാൻ അനുവദിക്കൂല എന്നും സ്റ്റേജ് കെട്ടാൻ പറ്റൂല എന്നും സംസാരിക്കാൻ പറ്റുക കാസർഗോഡൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിച്ചല്ലോ. നാട്ടിൽ RSSകാർ സംസാരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കുന്നു. അവർക്കൊക്കെ വേദിയുണ്ട്, മൈക്ക് കെട്ടാൻ, മണിക്കൂറുകളോളം സംസാരിക്കാം. അള്ളാഹിൻ്റെ കലാമ് കയ്യിൽ പിടിച്ച് പടച്ച റബ്ബിൻ്റെ ഇസ്ലാമിനെ പറ്റി സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്.
എന്തിനാണ് അവർ ഇസ്ലാമിൻ്റെ സന്ദേശത്തെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഖുർആനെ ഭയപ്പെടുന്നത്? എന്തിനാണ് ഒരാളുടെ പ്രസംഗത്തെ ഇത്ര ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? സത്യമില്ലാത്തതിൻ്റെ പേരിലാണ്. സ്വയം പിഴക്കുന്നു, മറ്റുള്ളവരെ പഴപ്പിക്കുന്നു. നിങ്ങൾ കേൾക്കരുത്, പോകരുത്, പറയരുത്, മിണ്ടരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവർക്കിടയിൽ അനൈക്യവും അതുപോലെ തന്നെ ഛേദതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഫിർഔൻ ചെയ്ത വലിയൊരു ക്രൂരത പറയാണ്. അവൻ തൻ്റെ ജനതയെ പിഴപ്പിച്ചു കളഞ്ഞു. വമാ ഹദാ, നേർമാർഗം പഠിപ്പിച്ച് നേർമാർഗത്തിലാക്കേണ്ടതിന് പകരം അതൊന്നും അവൻ ചെയ്തില്ല. അവിടെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച വലിയൊരു സഹായം രേഖപ്പെടുത്തുന്നത്. വഅൻജൈനാ മൂസാ വമൻ മഅഹു അജ്മഈൻ. മൂസാ നബിയും കൂടെയുള്ള ആൾക്കാരെയും നാം അങ്ങ് രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ. മറ്റുള്ള എല്ലാവരെയും അതേ സമുദ്രത്തിൽ തന്നെ മുക്കി നശിപ്പിക്കപ്പെട്ടു. ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. പുസ്തകത്തിലെ 167-ാമത്തെ പേജിൽ ആ സംഭവം ഒന്നിച്ച പേജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സംഭവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഞാൻ വായിച്ചത്. എല്ലാവരെയും മുക്കി നശിപ്പിച്ചു. ഈ സംഭവം ഇന്ന ഫീ ദാലിക ലആയതൻ, ഇത് ദൃഷ്ടാന്തമാണ്, ഗുണപാഠമാണ്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധികം ആളുകളും ഇത് വിശ്വസിച്ചിരുന്നില്ല. നമുക്കുള്ള വലിയ ഒരു പരീക്ഷണമായി പാഠം പഠിപ്പിക്കുകയാണ്. ഒരു ഖൗമിനെ നശിപ്പിച്ചു. ആ ഖൗമിൽ നിന്ന് മുഅ്മിനീങ്ങളായവരെ, പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തി. സവിശേഷതായ അവർക്ക് ചില ഗുണങ്ങളുണ്ട്. നമുക്കെന്തുകൊണ്ട് അള്ളാഹുവിന്റെ മതാ നസ്റുല്ലാ, നമുക്ക് എപ്പോഴാ അള്ളാഹിന്റെ സഹായം ഉണ്ടാവുക? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹിന്റെ സഹായം നമുക്ക് അടുത്തുണ്ട്. അള്ളാഹിന്റെ സഹായം കിട്ടാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരായി മാറണം. സൃഷ്ടികളെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരരുത്. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ, വഹീനെ പാലിക്കുന്നവരാകണം നമ്മൾ, അതിനെ പുച്ഛിക്കുന്നവരാകരുത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിഷേധിക്കുന്ന അവസ്ഥ വരരുത്. പ്രവാചകന്മാർ സംസാരിച്ചത് വഹിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഉപദേശിച്ചു പോയി, ഞാൻ മരിച്ചാലും സഹാബത്തിന്റെ മുമ്പിൽ ഹജ്ജിന്റെ വേളയിൽ അടുത്ത വർഷം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടൂല എന്ന വാക്ക് പറഞ്ഞ്, ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഇനിയൊരു ഹജ്ജിന് വന്നോളണം എന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ സഹാബത്ത് കരയാൻ തുടങ്ങി. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും നിങ്ങൾക്കുള്ളത് തന്നേച്ചാണ് പോണത്. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവാണ്. ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യം മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല. ഏതാ? കിതാബല്ലാഹ്, അള്ളാഹിന്റെ ഖുർആൻ, വസുന്നത റസൂലിഹി, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഹദീസിന്റെ പ്രസക്തി ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ലോകത്തെ ഇത്ര മഹത്വവത്തായി പഠന പണ്ഡിതന്മാർ പോലും രേഖപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്, രണ്ടാമത്തേത് ഹദീസാണ്. ഒന്നും ഒഴിവാക്കാൻ കഴിയില്ല. ഖുർആൻ ഒഴിവാക്കാൻ കഴിയില്ല, ഹദീസിന് ഒഴിവാക്കാൻ കഴിയില്ല. ഹദീസ് സെമിനാറുകൾ വരുമ്പോൾ ഇരിക്കൂർ വെച്ച് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച നിങ്ങൾ അറിഞ്ഞു കാണും. ഹദീസ് സെമിനാറിൽ പങ്കെടുക്കണം. പങ്കെടുപ്പിക്കേണ്ടവരാരാന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ഹദീസുകളോടൊരു നീരസവും ഹദീസ് ഗ്രന്ഥങ്ങളോടൊരു പുച്ഛവും ഒക്കെ കാണിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ സംസാരത്തിലോ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയും, അങ്ങനെയൊക്കെയുള്ള ആളുകളോട് നിങ്ങളൊന്ന് വരൂ, നമുക്ക് പഠിക്കാം, എന്താണ് സംഭവം എന്ന് നമുക്ക് പഠിക്കാം, എന്തുകൊണ്ട് ഹദീസുകൾ സ്വീകരിക്കണം, എന്താണ് ഹദീസിൻ്റെ പ്രസക്തി എന്ന് നമുക്ക് ധൈര്യസമേതം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വേദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങൾ നമുക്ക് ധാരാളമായി പഠിക്കാനും അതിലൂടെ ഉയർച്ചയും ഉന്നതിയും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ദീനിയായ നമ്മുടെ സംരംഭങ്ങളെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഖുർആൻ ക്ലാസ് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്രയോ സഹോദരിമാർക്ക് ഹിദായത്തിനും ദീനിയായ പഠനത്തിനും വലിയ സഹായകമാകുമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുക. സിയാറി ക്ലാസിൻ്റെ ആവശ്യകത ഇന്നലെ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചു. നമ്മുടെ കുട്ടികളാണ് ആദ്യം വരേണ്ടത്. പഠിപ്പിക്കാൻ വരുന്ന ഉസ്താദ് എത്ര കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ബൈക്കിലാണ് അദ്ദേഹം വരുന്നത്. അത് നട്ടുച്ച വെയിലത്ത് 3 മണിക്ക് ഇവിടെ ക്ലാസ്സിനെത്തണമെങ്കിൽ 1 മണി മുതൽ 2 മണിക്കുള്ള വെയിലൊക്കെ കൊണ്ടുവരണ്ടേ? എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ മക്കളില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിക്കുക നിങ്ങൾ.
നമ്മുടെ പരിചയത്തിൽ എത്ര കുട്ടികളുണ്ടാവും? 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ നമ്മളെ പരിസരത്ത്, നമ്മുടെ ശാഖയിൽ എത്ര കുട്ടികളുണ്ടാവും? എല്ലാവരും അതിലേക്ക് എത്തിക്കുക. ആള് കൂടാൻ വേണ്ടിയല്ല, ഫലം കിട്ടാൻ വേണ്ടിയാണ്. അത്രയും അതിൻ്റെ റിസ്ക് നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ഒന്നുകൂടെ പരിശ്രമിക്കുക. ഇതൊന്നും ഒരിക്കലും ഒരു സെക്രട്ടറിയോ ഒരു പ്രസിഡന്റോ ഒന്നും നമ്മൾ കാത്തിക്കേണ്ട ആവശ്യം. എല്ലാവരുടെയും ഉത്തരവാദിത്തമായി സ്വയം ഏറ്റെടുത്തൊരു നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക. നമുക്കൊക്കെ മക്കളുണ്ട്. ഇപ്പോഴത്തെ കാലം നിങ്ങൾ ആരെയും ഞാൻ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കയ്യിൽ പൈസ കിട്ടുകയാണ്, ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഇവൻക്ക് ലഹരി കൊടുത്താൽ മതി, 400 രൂപ തരാം. ഒരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ, പരിചയപ്പെടുത്തി കൊടുത്താൽ 400 രൂപ തരാം. നമ്മളെ കുട്ടികൾ വീണുപോകുന്നു. തൊട്ടടുത്ത കൂൾ ബാറുകളിൽ വന്ന് പലരെയും കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കുന്നു. ആരാണവർ? ആരും അറിയില്ല. സ്കൂൾ വിടുമ്പോഴത്തേക്ക് അവർ വരും, അവർ തമ്മിൽ ഒരുമിച്ചിരിക്കും, കുറേ വെള്ളം കുടിക്കും, വർത്തമാനം പറയും, അവർ പിരിഞ്ഞു പോവും. എന്തൊക്കെ നമ്മൾ കേട്ടാൽ അറപ്പ് തോന്നുന്ന രംഗങ്ങൾ, കണ്ടാൽ അറപ്പ് തോന്നുന്ന, കേട്ടാൽ അറപ്പ് തോന്നുന്ന വാർത്തകൾ നമ്മൾ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കില്ലേ? നിങ്ങളൊന്ന് പോയി നോക്കി. നമ്മളെ ബസ് സ്റ്റോപ്പിൽ, നമ്മളെ ബസ് സ്റ്റാൻഡിൽ ഒന്ന് 3 മണിക്ക് ശേഷം ഒരു 5 മണി വരെ നിങ്ങളൊരു ദിവസം ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ കറങ്ങി നോക്കി. എന്നിട്ട് നിങ്ങൾ പറയും നമ്മൾ പുതിയ കുട്ടികളെടുക്കാൻ പോണത്. അതിൽ നമ്മളെ കുട്ടികളെല്ലാം നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊരു സ്കൂൾ വിടുന്നതിൻ്റെ മുന്നിൽ പോയി നിന്ന് നോക്കി, എത്ര മുസ്ലിം കുട്ടികളാണ് ശരിക്കൊരു മഫ്ത പോലും ചുറ്റി വരുന്ന എത്ര കുട്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? അവരൊക്കെ നമ്മൾ മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളല്ലേ? ഈ ഒരു ചിന്ത ഇനിയും നമ്മളിതിനെ ഗൗരവമായി കാണുന്നില്ലെങ്കിൽ ഒരു തലമുറയെ നമ്മൾ നശിപ്പിക്കണം. നമ്മൾ മൈൻഡ് ചെയ്യാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ അവരെ തകർക്കുകയാണ്. നമ്മൾ ഉത്തരവാദികളാണ്, മസ്ഊലുകളാണ് എന്ന് നമ്മൾ ഒന്നുകൂടി ഗൗരവത്തോടെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഷർറുകളിൽ നിന്ന്, ഫിത്നകളിൽ നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ദീനിന് വേണ്ടി പരസ്പര സഹകരണത്തോടെ, സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനുള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക ത്വാഖത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സമ്പത്തിലും വരുമാനങ്ങളിലും ബറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികളായ സഹോദരങ്ങൾ അനീസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം ആശുപത്രിയിലാണ്. അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലൊക്കെ ജുമാക്കൊക്കെ വന്ന് ഒരു അനുഭാവമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ബാർബർ ഷോപ്പിൽ ഉള്ള, പിന്നെ ഒരു പേര് അസീമോ, ഈ തൊട്ടടുത്ത ബാർബർ ഷോപ്പിലുള്ള അവൻ്റെ പിതാവ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് മരണപ്പെട്ടിരുന്നു. ഇന്നലെയാണ് അവന് വൈകുന്നേരത്താണ് വിവരം പറയുന്നത്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ബാപ്പാക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. സാധാരണ രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് സുബ്ഹിക്ക് നേരത്തെ എണീറ്റ് പള്ളിയിൽ പോകുന്ന ആളാണ്. രാവിലെ എണീക്കാൻ ആൾ നീക്കാത്തത് കൊണ്ട് വിളിച്ചുണർത്തുമ്പോഴാണ് മരിച്ചതായിട്ടുള്ള അവർക്ക് അനുഭവപ്പെട്ടത്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബിൻ്റെ ഇഷ്ടത്തോടെ, തൃപ്തിയോടുകൂടെ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.